കോഴിക്കോട് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത അക്കമിട്ട് നിരത്തി ഓഡിറ്റ് റിപ്പോർട്ട്. കോർപ്പറേഷന്റെ കഴിഞ്ഞ വർഷത്തെ ധനവിനിയോഗം, ബാങ്ക് ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. മുൻപ് നടന്ന ഫണ്ട് തട്ടിപ്പിന് സമാനമായ സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. 2024 മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ധനവിനിയോഗം, ബാങ്ക് ഇടപാടുകൾ, പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ അക്കൗണ്ടിലെ 19 കോടി രൂപ മുൻ മാനേജർ പിൻവലിച്ച് തട്ടിപ്പ് നടത്തിയതോടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ടുകൾ അവിടെ നിന്നും മാറ്റുമെന്ന് കോർപ്പറേഷൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്ന് പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 7 അക്കൗണ്ടുകൾ ഇപ്പോഴും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തുടരുകയാണ്. 46 ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്ബുക്കുകൾ, സ്റ്റേറ്റ്മെന്റ് എന്നിവ കോർപ്പറേഷൻ ഓഡിറ്റ് വകുപ്പ് മുൻപാകെ പരിശോധനയ്ക്ക് ഹാജരാക്കിയില്ല. ഇവിടെ ബാലൻസ്, നീക്കിയിരിപ്പ് തുകയുടെ കൃത്യതയും ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചെക്ക് മുഖേനയുള്ള പിൻവലിക്കലുകൾ രേഖപ്പെടുത്തുന്നില്ല. 2018 മുതൽ പരസ്യയിനത്തിലെ കുടിശ്ശിക പിരിച്ചെടുത്തില്ല. സാഹിത്യ നഗരം പദ്ധതിക്കായി നീക്കിവെച്ച തുക വകമാറ്റി ചെലവഴിച്ചു. അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ല. ഉപകരണങ്ങൾ വാങ്ങുന്നതിലും വിതരണം ചെയ്യുന്നതിലും ക്രമക്കേട്. വസ്തുനികുതി കുടിശ്ശികയായ 34 കോടി രൂപ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിച്ചില്ല. വിവിധ പദ്ധതികൾക്കായി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഗുണഭോക്തൃ വീതം ജീവനക്കാർ കൃത്യമായി കോർപ്പറേഷൻ അടയ്ക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു കുറ്റപ്പെടുത്തലുകൾ. സാമ്പത്തിക ഇടപാടുകളിൽ കോർപ്പറേഷൻ സൂക്ഷ്മത കുറവാണെന്ന് നേരത്തെ തന്നെ ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതേ പിഴവുകൾ ഇപ്പോഴും ആവർത്തിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടിലുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.